Friends, welcome back to our channel Wealthy Life. 9th December 2020 IRCTCയുടെ ഓഫർ ഫോർ സെയിലിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. അതായത് 9th December 2020 പ്രൈസ് വെച്ച് നോക്കുമ്പോൾ IRCTCയിൽ 16% ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഓഫർ ഫോർ സെയിൽ വന്നിരിക്കുന്നത്. ഈ 16% ഡിസ്കൗണ്ടോടുകൂടി IRCTC എന്ന സ്റ്റോക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി വാങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി അനലൈസിസ് ചെയ്യുന്നത്. ഇനി IRCTCയുടെ ഓഫർ ഫോർ സെയിലിനെ കുറിച്ച് വാർത്തകൾ മുമ്പും വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തിൽ ഇതിൻ്റെ ആദ്യത്തെ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ അലർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോയിൽ നമ്മൾ IRCTCയുടെ വാല്യുവേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് കേപ്പബിലിറ്റീസിനെ കുറിച്ചും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഓഫർ ഫോർ സെയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റേഴ്സിന്, അതായത് പ്രത്യേകിച്ചും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ ഓഫർ ഫോർ സെയിലിന് ശേഷവും സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വൻപൻ വിലയിടിച്ചിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഉദാഹരണമായി ജിഎംഎം ഫോൾഡറിൻ്റെ ഓഫർ ഫോർ സെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഏകദേശം 5000-ഓളം മാർക്കറ്റ് പ്രൈസിന് മുകളിൽ നിൽക്കുമ്പോഴായിരുന്നു ഓഫർ ഫോർ സെയിൽ ഡിക്ലെയർ ചെയ്തത്. അതിനുശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം 3000-ഓളം റേഞ്ചിലെത്തി. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നടന്ന മറ്റ് ഓഫർ ഫോർ സെയിലുകൾ നോക്കുകയാണെങ്കിൽ HALൻ്റെ ഓഫർ ഫോർ സെയിൽ നോക്കുകയാണെങ്കിലും BDLൻ്റെ ഓഫർ ഫോർ സെയിൽ നോക്കുകയാണെങ്കിലും ഓഫർ ഫോർ സെയിലിന് ശേഷം സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ നല്ല ഒരു പ്രൈസ് ഇടിച്ചിലാണ് കാണുന്നത്. അതുകൊണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണം ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തിങ് അല്ല. കാരണം ഇതൊരു പോസിറ്റീവ്, അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു പോസിറ്റീവ് വേയിലാണ് എടുക്കേണ്ടത്. കമ്പനിയുടെ ബിസിനസ് മോഡൽ സ്ട്രോങ് ആണ്, കമ്പനിയുടെ റേഞ്ച് വാല്യുവേഷനിലാണ്. കമ്പനി ഒരു പ്രോമിസിങ് ആയിട്ട് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഓഫർ ഫോർ സെയിലിൽ പങ്കെടുക്കണം. കാരണം ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട വലിയ വലിയ കമ്പനികളിൽ ഓഫർ ഫോർ സെയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്കിൽ മൊമെൻ്ററിലി പ്രൈസ് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇയർ ടു ഇയർ നോക്കുകയാണെങ്കിൽ അതിനുശേഷം സ്റ്റോക്ക് റിക്കവർ ആയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് HDFC AMCയുടെ ഓഫർ ഫോർ സെയിൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട കമ്പനികളുടെ ഓഫർ ഫോർ സെയിൽ നോക്കുകയാണെങ്കിലും അത് നമ്മൾക്ക് കാണാനും സാധിക്കും. ഇനി IRCTCയുടെ ഓഫർ ഫോർ സെയിലിനെ കുറിച്ചുള്ള ന്യൂസ് വന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റോക്ക് എങ്ങും ഒരു എക്സാക്റ്റ് വാല്യുവേഷനിൽ അല്ലെങ്കിൽ ഒരു വാല്യൂ ബൈയിങ്ങിന് വേണ്ടി ഒരിക്കലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഓഫർ ഫോർ സെയിലിൻ്റെ അൺസർട്ടനിറ്റി തന്നെയാണ്. കാരണം ഫ്ലോർ പ്രൈസ് നമ്മൾക്ക് അറിഞ്ഞാൽ മാത്രമേ ആ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എത്രയായിരിക്കും എന്ന് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനു മുൻപേ നമ്മൾക്ക് സ്റ്റോക്കിൽ പൊസിഷൻ എടുത്താൽ ആ സ്റ്റോക്കിൽ നിന്ന് പിന്നീട് എക്സിറ്റ് ആവാൻ കഴിയാതെ ആവുകയും നമ്മൾ അൾട്ടിമേറ്റ്ലി ലോസിൽ എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് IRCTCയുടെ ഓഫർ ഫോർ സെയിലിനെ കുറിച്ചുള്ള ന്യൂസ് വന്നതിന് ശേഷം ഈ സ്റ്റോക്കിനെ ഒരു വാല്യുവേഷൻ ബൈയിങ് വീഡിയോയിലും ഉൾപ്പെടുത്താത്തത്. ഇനി നമുക്ക് ഓഫർ ഫോർ സെയിലിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. IRCTCയുടെ ഓഫർ ഫോർ സെയിൽ വഴി ഏകദേശം 2.4 കോടി ഷെയറുകളാണ് വിറ്റഴിക്കുന്നത്. ഇതിനുള്ള ഫ്ലോർ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് 1367 രൂപയാണ്. അതായത് ടോട്ടൽ 15% ഉള്ള പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ആണ് IRCTC ഈ ഓഫർ ഫോർ സെയിൽ വഴി വിറ്റഴിക്കുന്നത്. ഇനി ഈ ഓഫർ ഫോർ സെയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ആവുകയാണെങ്കിൽ അഡീഷണലായിട്ട് 5%, അതായത് 0.8 കോടി ഷെയർ കൂടി വിറ്റഴിക്കാൻ പ്രൊമോട്ടേഴ്സിന് പ്ലാനുണ്ട്. ഇനി IRCTCയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. അതായത് 87.80% ആണ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് IRCTCയിൽ. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ഒരു കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് 75%-ന് മുകളിൽ കൂടാൻ പാടില്ല. അതുകൊണ്ട് ഓരോ കമ്പനികളും ലിസ്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ ലിസ്റ്റഡായ 1-2 വർഷത്തിനുള്ളിൽ അതിനകത്ത് OFS വരും. IPOയ്ക്ക് ശേഷം കിട്ടുന്ന മറ്റൊരു ബൾക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ബൾക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഓഫർ ഫോർ സെയിൽ. പിന്നീട് ഓഫർ ഫോർ സെയിൽ കമ്പൽസറി ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ 75%-ന് താഴെയുള്ള ഷെയർ ഹോൾഡിങ്സ് ഉള്ള പ്രൊമോട്ടേഴ്സും ഓഫർ ഫോർ സെയിലിംഗ് നടത്താറുണ്ട്. ഉദാഹരണമായി ജിഎംഎം ഫോൾഡർ നോക്കുകയാണെങ്കിൽ ജിഎംഎം ഫോൾഡറിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് 75%-ന് താഴെയായിരുന്നു. എന്നിരുന്നാലും ഓഫർ ഫോർ സെയിൽ വരാറുണ്ട്. റീസെൻ്റായിട്ട് IRCTCയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളും സ്റ്റോക്കിൽ അവരുടെ പെർസെൻറ്റേജ് കൂട്ടുകയാണ് ചെയ്തത്. അതായത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള ക്വാർട്ടറിൽ ഏകദേശം 0.11% ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് കൂട്ടി. ഇൻഷുറൻസ് കമ്പനികൾ 0.63% കൂട്ടി. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, അതായത് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് 0.41% സ്റ്റോക്കിൽ അവരുടെ ഹോൾഡിംഗ് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇനി IRCTCയുടെ
OFSനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഡേറ്റ് ഡിസംബർ 10 ഡിസംബർ 11 നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ഡേറ്റ് ഡിസംബർ 11 തന്നെയാണ്. കാരണം റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ് ഡിസംബർ 11 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനാണ് ഡിസംബർ 10 എന്ന ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഓഫർ ഫോർ സെയിലിൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 1367 രൂപയാണ് ഷെയർ പ്രൈസായി വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ IRCTCയുടെ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ COVID-19 അല്ലെങ്കിൽ ലോക്ക്ഡൗൺ കറക്ഷൻ സ്റ്റോക്കിൽ വരുന്നതിന് മുൻപ് ഈ സ്റ്റോക്ക് ഏകദേശം 2000 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്കായിരുന്നു. അതായത് 1995 രൂപയാണ് ഫെബ്രുവരിയിൽ ഈ സ്റ്റോക്കിൽ റെക്കോർഡായത്. അതിനുശേഷം സ്റ്റോക്കിൽ നല്ലൊരു കറക്ഷൻ വന്നു. അതായത് COVID-19 ഇമ്പാക്റ്റ് മൂലം സ്റ്റോക്കിൽ കറക്ഷൻ ഉണ്ടായപ്പോൾ ഈ സ്റ്റോക്ക് 800 എന്ന് പറയുന്ന ലെവലിൽ തന്നെ എത്തിയതുമാണ്. ഇനി IRCTC ലിസ്റ്റഡ് ആയത് ഒക്ടോബർ 19, 2019 ഒക്ടോബറിലായിരുന്നു. അന്ന് അതിൻ്റെ IPO പ്രൈസ് ഏകദേശം 320 രൂപയും അന്ന് ലിസ്റ്റിംഗ് ഗെയിൻ ആയത് 644 രൂപയ്ക്കുമാണ് ലിസ്റ്റിംഗ് ഗെയിൻ ആയത്. അതായത് മണി ഡബിൾ ആക്കിയ ഒരു കമ്പനിയാണ് IRCTC. കൂടാതെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1 ഇയറിൽ 74% പോസിറ്റീവ് റിട്ടേൺ, അപ്പോൾ സെക്ടർ 23% നെഗറ്റീവ് റിട്ടേണും സെൻസെക്സ് 13% ഗെയിനും ആണ് തന്നത്. ഇനി 1 വീക്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 9% പോസിറ്റീവ് റിട്ടേൺ, 1 മന്തിലും 9% പോസിറ്റീവ് റിട്ടേൺ, 3 മന്ത്സിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 9% പോസിറ്റീവ് റിട്ടേൺ. അതായത് ഈ സ്റ്റോക്ക് 3 മാസത്തിന് മുൻപ് വരെ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ ഈ സ്റ്റോക്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു. അതായത് സ്റ്റോക്ക് അതിൻ്റെ 1325-നും 1400-നും ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം ഒരു 1 വീക്ക് മുൻപാണ് ഈ സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം വന്നത്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 9% ഹൈക്കായി. അതായത് പ്രൊമോട്ടേഴ്സ് ആൾറെഡി ഈ സ്റ്റോക്കിൽ OFS വരുന്നതിന് മുൻപ് തന്നെ മിക്ക സ്റ്റോക്കുകളിലും പ്രൊമോട്ടേഴ്സ് റാലി നടത്താറുണ്ടായിരുന്നു. റിറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് ഈ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുകയില്ല. കാരണം അവർക്ക് ഈ ന്യൂസ് കിട്ടുമ്പോഴേക്കും പ്രൊമോട്ടേഴ്സോ അതുപോലെ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇതിൽ നിന്നും അവരുടെ നേട്ടം കൊയ്ത് എക്സിറ്റ് ആവും. എപ്പോഴും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ട്രാപ്പ് ആവുകയും ചെയ്യും. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ പഠിച്ചതുകൊണ്ടാണ് 3 മാസം മുമ്പേ തന്നെ IRCTCയിലെ OFSനെ കുറിച്ചുള്ള ന്യൂസ് വന്നപ്പോൾ തന്നെ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ അങ്ങനൊരു വീഡിയോ ചെയ്ത് അലർട്ട് ചെയ്തത്. ഇനി സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇത്രയും വലിയ അതായത് COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ വർഷമായിട്ട് അതായത് Q2 റിസൾട്ട് നോക്കുകയാണെങ്കിൽ Q2 റിസൾട്ടിൽ 533 കോടി ഓരോ ക്വാർട്ടറിലും റവന്യൂ ഉള്ള സ്റ്റോക്കിൻ്റെ റവന്യൂ 88 കോടിയായി മാറിയിരുന്നു. അതായത് 83% നെഗറ്റീവ് റിട്ടേൺ, അതായത് 83% പ്രോഫിറ്റിൽ ഫോൾ ഉണ്ടായിട്ട് കൂടിയും ഈ സ്റ്റോക്ക് 1 ഇയറിൽ 74% റിട്ടേൺ തന്ന കമ്പനിയാണ്. അതായത് കമ്പനിയുടെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രൈം വാല്യുവേഷൻ ഉള്ള സ്റ്റോക്കാണെന്ന് കൂടി പറയാം. കൂടാതെ കഴിഞ്ഞ 2 മാസമായിട്ട് ഓവറോൾ കമ്പനിയുടെ ബിസിനസ് എല്ലാം വളരെ ഡിമ്മാണ്. കാരണം ട്രെയിനുകളൊന്നും ഓടുന്നില്ല, പാസഞ്ചേഴ്സ് കുറവാണ്. കൂടാതെ ഫുഡ് കാറ്ററിംഗ് ഏരിയയിലെല്ലാം ഡള്ളാണ്. ഇനി സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 23,000 കോടി രൂപയുടെ വാല്യുവേഷനുള്ള സ്റ്റോക്കാണ്. കൂടാതെ 23,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുമാണ്. കൂടാതെ സ്റ്റോക്ക് എക്സ്പെൻസീവ് വാല്യുവേഷൻ അല്ലെങ്കിൽ പ്രീമിയം വാല്യുവേഷനുള്ള സ്റ്റോക്കാണ്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 36-ഉം സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ 65-ഉമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ മൊണോപ്പൊളി ബിസിനസ്സാണ്. കാരണം ഈ സെക്ടറിലെ ഒരേ ഒരു കമ്പനിയാണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ഷുവറാണ്. ഇനി ഡിവിഡൻറ്റ് നോക്കുകയാണെങ്കിൽ 0.84% ഡിവിഡൻറ്റ്, അതായത് മറ്റുള്ള PSU കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ PSU സെക്ടറിലെ ഒരു അട്രാക്റ്റീവ് ഡിവിഡൻറ്റ് ഈ സ്റ്റോക്കിൽ കാണാനില്ല. കാരണം ഇതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിൻ്റെ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് സ്റ്റോക്കിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റിയാണ്. അതായത് സ്റ്റോക്ക് ടോട്ടലി ഡെപ്റ്റ് ഫ്രീ ആണ്. റിട്ടേൺസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ROE 39%, ROCE 51%, ROA 16%. അതായത് എക്സലൻറ്റ് കാറ്റഗറിയിലാണ്. കൂടാതെ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ ROAയും ROCEയും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ അസറ്റ്സും എല്ലാം ഇൻക്രീസ് ആകുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിൽ സ്ട്രോങ് വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഈ സ്റ്റോക്ക് 1325 മുതൽ 1400 വരെയുള്ള റേഞ്ചിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന സ്റ്റോക്കാണ്. ഡിസംബർ 1 വീക്കിൽ മാത്രമാണ് ഈ സ്റ്റോക്കിൽ വളരെ ഒരു ഹൈ മൊമെൻറ്റം വന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഏകദേശം 1800 റേഞ്ച് വരെ എത്തുകയും ചെയ്തു. അതായത് 1325-നും 1450-നും ഇടയ്ക്കുള്ള പ്രൈസിന് 1400-നും ഇടയ്ക്കുള്ള പ്രൈസിന് ഈ സ്റ്റോക്കിൻ്റെ ട്രൂ വാല്യുവേഷൻ അല്ലെങ്കിൽ ഒരു ഫൈൻ വാല്യുവേഷൻ റേഞ്ചായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. അതായത് സ്റ്റോക്ക് ആൾറെഡി നമ്മൾ കണ്ടതുപോലെ പ്രീമിയം വാല്യുവേഷൻ സ്റ്റോക്കാണ്. അതുകൊണ്ട് അല്പം
പ്രൈസിലും ഒരു വാല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രൈസിലും ഒരു പ്രീമിയം പ്രൈസ് നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൾറെഡി ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിലും ഈ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ അനാലിസിസ് നടത്തിയപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെയാണ് അന്ന് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ വാല്യൂഷനെ കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ OFSൽ ലോങ് ടൈം പർപ്പസോട് കൂടി അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് ഈ സ്റ്റോക്കിൽ OFSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. ഇനി മറ്റ് സ്റ്റോക്കുകളിൽ സംഭവിച്ചതുപോലെ തന്നെ, അതായത് HAL, BDL എന്നീ സ്റ്റോക്കുകൾ സംഭവിച്ചതുപോലെ തന്നെ OFSന് ശേഷം സ്റ്റോക്കിൽ ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഏത് റേഞ്ച് എത്തുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് മന്ത്ലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്റ്റോക്ക് ഇപ്പോൾ ജൂൺ മാസത്തെ പ്രൈസിൽ അവൈലബിൾ ആണ്, അതായത് OFS പ്രൈസിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുൻപത്തെ മാസമായ മെയ് മാസത്തെ ക്യാൻഡലിൻ്റെ ലോവർ ബോട്ടം, അതായത് ഏകദേശം 1150 മുതൽ 1250 വരെയുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കാം ഈ സ്റ്റോക്ക് നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത വരുന്നത്. ഈ സ്റ്റോക്കിൽ 800 രൂപ വാല്യുവേഷൻ എന്ന് പറയുന്ന COVID-19 ലോക്ക്ഡൗൺ കാലത്തെ ആ റേഞ്ചിലേക്ക് പോകാൻ ഒരു സാധ്യതയുമില്ല. അതായത് ആ ലെവലിൽ നിന്നൊക്കെ സ്റ്റോക്കും അതുപോലെ തന്നെ മാർക്കറ്റ് സിറ്റുവേഷനും എല്ലാം മാറിക്കഴിഞ്ഞു. കോവിഡ് വാക്സിനെ കുറിച്ചുള്ള പോസിറ്റീവ് ഹോപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിലും വലിയ ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ വരാൻ സാധ്യതയില്ല. ഈ ലെവലാണ് ഞാൻ ഈ സ്റ്റോക്കിൽ ആഫ്റ്റർ OFSന് ശേഷം ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാവുന്നെങ്കിൽ കാണുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.